ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC IT പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിൽ ഓപ്പൺ ടൂൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ സൂര്യൻ്റെ മുകളിലേക്ക് ചന്ദ്രൻ നീങ്ങി വരുന്ന ഒരു ആനിമേഷനാണ്, 5 സെക്കൻഡ് നേരത്തേക്കുള്ള ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. സീൻ നെയിം, ക്യാമറ സൈസ്, പിക്സൽ, ഫ്രെയിം റേറ്റ് തുടങ്ങിയവയെല്ലാം നൽകിയിട്ടുണ്ട്. ഇതിനനുസരിച്ചുള്ള വീഡിയോ പ്രൊഫൈൽ തയ്യാറാക്കിക്കൊണ്ടാണ് MP4 ഫോർമാറ്റിലേക്ക് ഈ ആനിമേഷൻ തയ്യാറാക്കി രജിസ്റ്റർ നമ്പർ കൂടെ ചേർത്തുകൊണ്ട് സേവ് ചെയ്യേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എക്സാം 10 ഡോക്യുമെൻറ്റ്സിനുള്ളിൽ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡറിലുണ്ട്. അതുകൊണ്ട് ഹോമിൽ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊന്ന് കോപ്പി ചെയ്യാം. ഹോമിനുള്ളിലുള്ള റിസോഴ്സസിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സിനുള്ളിൽ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡറുണ്ട്. ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി 9 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ടൂൺസ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ഓപ്പൺ ടൂൺസ് ഓപ്പൺ ആക്കുന്നു. ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. സോളാർ എക്ലിപ്സ് എന്നൊരു പേര് കൊടുത്തുകൊണ്ട് അത് ഓക്കെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി നമുക്ക് പുതിയൊരു സീനാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ന്യൂ സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ സീനിൻ്റെ പേര് സീൻ 1 എന്നാണ് നമ്മൾ നൽകുന്നത്. സീൻ 1. ഇനി ക്യാമറ സൈസ് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ക്യാമറ സൈസ് HD 720 ആണ് വേണ്ടത്. അതിനിവിടെ ക്യാമറ സൈസ് നമുക്ക് HD 720 എന്നുള്ളത് കൊടുക്കാം. അതുപോലെ അതിൻ്റെ യൂണിറ്റ് എന്നുള്ളത് നമുക്ക് പിക്സൽ എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഇനി ഇവിടെയുള്ള ഫ്രെയിം റേറ്റ് 12 ആയിട്ടാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആദ്യമായി വേണ്ടത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിർമ്മിക്കുകയാണ്. അതിന് നമുക്ക് ആനിമേഷൻ എന്ന റൂമിലേക്ക് വരികയാണ്. ആനിമേഷൻ എന്ന റൂമിൽ ഒന്നാമത്തെ കോളത്തിൽ ഒന്നാമത്തെ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ലോഡ് ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് ലെവൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ ഡോക്യുമെൻറ്റ്സിലേക്ക് വരുന്നു. മൈ ഡോക്യുമെൻറ്റ്സിലെ ചെറിയ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഓപ്പൺ ടൂൺസ് എന്ന ഫോൾഡർ കാണാം. ഇതാണ് നമ്മൾ ഹോമിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറാണ്. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫോൾഡറിനുള്ളിലുള്ള കമ്പോണൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ sun.jpg എന്നൊരു ഫയലുണ്ട്. ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഇതിലെ ലോഡ് എന്ന് തന്നെ കൊടുക്കാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സൂര്യൻ്റെ ചിത്രം നമുക്ക് 5 സെക്കൻഡുള്ളൊരു ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് 5 സെക്കൻഡ് സമയത്തേക്കുള്ള ഫ്രെയിം നമുക്ക് ആവശ്യമാണ്. 12 ഫ്രെയിമാണ് ഒരു സെക്കൻഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 5 സെക്കൻഡ് ആവുന്ന സമയത്ത് 60 ഫ്രെയിം നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, സൂര്യൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് 60 ഫ്രെയിമിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ 60 ഫ്രെയിമിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ഈ ഒരു ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പീറ്റിലേക്ക് വരുന്നു. റിപ്പീറ്റിൽ ഇപ്പോൾ നമുക്കിത് കാണാം. അപ് ടു ഫ്രെയിം എന്നുള്ള ഭാഗത്ത് നമുക്ക് 60 എന്ന് കൊടുക്കാം. 60 എന്ന് കൊടുത്തതിന് ശേഷം റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് 60 ഫ്രെയിമിലേക്ക് വന്നതായിട്ട് കാണാം. അടുത്തതായി നമുക്ക് വേണ്ടത് ചന്ദ്രനെ വരച്ച് ചേർക്കണം. ചന്ദ്രനെ വരച്ച് ചേർക്കുന്നതിന് വേണ്ടി നമുക്ക് പുതിയ ഒരു കോളം സെലക്ട് ചെയ്യാം. ഈ കോളത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ കോളത്തിലെ ആദ്യത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ ലെവൽ എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഡ് ലെവലല്ല, ന്യൂ ലെവലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ന്യൂ ലെവൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേര് കൊടുക്കാം. മൂൺ എന്ന പേര് കൊടുക്കാം. അതിനുശേഷം ടൈപ്പ് എന്നുള്ളത് വെക്ടർ ലെവൽ എന്നുള്ളതിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു കോളം B എന്ന പേരിൽ അവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ആനിമേഷൻ റൂമിൽ നിന്നും ഡ്രോയിങ് എന്ന റൂമിലേക്ക് വരുന്നു. ഡ്രോയിങ്ങിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ ലഭ്യമാണ്. ആ ടൂളുകളിലെ കൂട്ടത്തിൽ നമുക്ക് ജിയോമെട്രിക് ടൂള് സെലക്ട് ചെയ്യാം. ജിയോമെട്രിക് ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഷേപ്പ് ഏതാണ് എന്നുള്ളത് മാറ്റി കൊടുക്കണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്നുള്ളതാണ് ഡിഫോൾട്ട്. അത് മാറ്റി സർക്കിൾ എന്നുള്ളതിലേക്കൊന്ന് മാറ്റുന്നു. ഇനി കളർ ആവശ്യമായ മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് ആവശ്യമായ നിറം മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. അതിനുശേഷം നമുക്ക് ആ ഒരു ഷേപ്പ് ഇവിടെ വരയ്ക്കാം. വരച്ചതിന് ശേഷം അതിലേക്ക് കളർ ഫില്ല് ചെയ്യുന്നതിന് നമുക്കിവിടെ ഫിൽ കളർ എന്നൊരു ഓപ്ഷനുമുണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കളർ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ ബ്ലാക്ക് തന്നെയാണ് നമുക്ക് വേണ്ടത്. ആ കളർ ബ്ലാക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചന്ദ്രൻ അവിടെ നമ്മൾ വരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൽകേണ്ടതിൻ്റെ ആനിമേഷനാണ്. ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി നമുക്ക് ആനിമേഷൻ റൂമിലേക്ക് തന്നെ തിരികെ എത്തുന്നു. ഈ ഒരു ചന്ദ്രനെയും നമുക്ക് 60
ഫ്രെയിമിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം റിപ്പീറ്റിലേക്ക് വരുന്നു. എപ്പോഴും റിപ്പീറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രെയിം സെലക്റ്റഡ് ആയിരിക്കണം. അതിനുശേഷം റിപ്പീറ്റ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 60 ഫ്രെയിമിലേക്കാണ് എത്തിക്കേണ്ടത്. ഇവിടെ 60 എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ റിപ്പീറ്റ് എന്നൊരു ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 60 ഫ്രെയിമിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ആനിമേഷനാണ് നൽകേണ്ടത്. ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ആദ്യത്തെ ഫ്രെയിം ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടുത്തെ ആനിമേറ്റ് ടൂൾ ഓൺ ചെയ്യുന്നു. ആനിമേറ്റ് ടൂളിലെ പൊസിഷൻ ടൂൾ തന്നെയാണ് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ആദ്യത്തെ പൊസിഷൻ ഈ ഒരു ഭാഗത്ത് നിർത്തിയതിന് ശേഷം അവസാനത്തെ ഫ്രെയിമിലേക്ക് എത്തുന്നു. അവസാനത്തെ ഫ്രെയിം എത്തിച്ചേരുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ കൃത്യമായി മധ്യഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ അത് ക്രമീകരിച്ചതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് പരിശോധിക്കാം. ഇപ്പോൾ ആനിമേഷൻ കൃത്യമായി ഇത് വരുന്നുണ്ട്. സൂര്യനെ മറക്കുന്ന തരത്തിലേക്ക് ആ ചന്ദ്രൻ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഇതൊരു MP4 ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് റെൻഡർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് ക്ലിക്ക് ചെയ്താൽ അത് നേരെ ഡെസ്ക് ടോപ്പിലേക്ക് സീൻ 1 എന്ന പേരിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഡെസ്ക് ടോപ്പിലേക്ക് വന്ന ആ ഒരു ഫയൽ നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് നമ്മളുടെ ഹോമിലെ Exam10 പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി വീണ്ടും ഫയൽസിലേക്ക് വരുന്നു. ഡെസ്ക് ടോപ്പിലേക്ക് എത്തിയതിന് ശേഷം ഇവിടെ സീൻ 1 MP4 എന്നുള്ളത് കോപ്പി എടുത്തതിന് ശേഷം ഹോമിനുള്ളിലുള്ള Exam10 പ്രോഡക്റ്റ് എന്ന ഈ ഫോൾഡറിൽ ഓപ്പൺ ചെയ്ത് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ നമ്പർ _solar_eclipse എന്ന് നൽകി റീനെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.